ബിജെപിക്കാര് ഇന്ന് മുതലൊരു പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ക്രൈസ്തവരുടെ വീടുകളിൽ സന്ദർശിക്കുക. ഇവർ ചെല്ലുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവർ ശ്രദ്ധിക്കണം, ഇവരാരാണെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 6-7 വർഷക്കാലമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളെ ആക്രമിക്കുകയും വൈദികരെ അറസ്റ്റ് ചെയ്യുകയും മതപരിവർത്തന വിരുദ്ധ നിയമത്തിന്റെ പേരിൽ പാസ്റ്റർമാരും പ്രാർത്ഥന കൂട്ടായ്മകളെയും അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്ത ആളുകളാണ്. മണിപ്പൂരിൽ 254 പള്ളികളാണ് ഇവർ കത്തിച്ചത്. അനാഥാലയങ്ങൾ കത്തിച്ചു, മതപരമായ സ്ഥാപനങ്ങൾ കത്തിച്ചു. ഈ വർഷം മാത്രം 2023 മാത്രം 684 ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത്. അതിലെല്ലാം നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാറാണ്. രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെയും അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേരെയും ക്രിസ്മസ് പ്രാർത്ഥനകൾക്ക് നേരെയും അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തുമെല്ലാം വ്യാപകമായി അക്രമം അയച്ചുവിടുന്നത് സംഘപരിവാറാണ്. ആ സംഘപരിവാറിന്റെ കേരളത്തിലെ ആളുകളാണ് ഇപ്പോൾ ക്രൈസ്തവരുടെ വീട് സന്ദർശിക്കാൻ പോകുന്നത്. കേരളത്തിലെ ക്രൈസ്തവർക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ആട്ടിൻതോലിട്ട ചെന്നായകളാണ് അവരെ കാണാൻ പോകുന്നത് എന്ന് അവർ ഓർത്തിരിക്കും, അവർക്ക് മനസ്സിലാവും.